മഞ്ഞുമൽ ബോയ്സ് എന്നൊരു ചിത്രം ഇറങ്ങിയതിനു ശേഷമാണ് ഗുണ കേവ് എന്ന സ്ഥലവും കഥകളും ഒക്കെ പല മലയാളി പ്രേക്ഷകരും ശരിക്കും അറിഞ്ഞത്. കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ചിത്രീകരിച്ചതുകൊണ്ട് തന്നെ ഗുണ കേവ് എന്ന് അറിയപ്പെട്ടതും കൂടാതെ അതിൽ ഒളിഞ്ഞിരുന്ന കഥയും മഞ്ഞുമൽ ബോയ്സ് പറഞ്ഞ യഥാർത്ഥ കഥയും ഒക്കെ പ്രേക്ഷകരെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഗുണ കേവ് ചിത്രീകരിച്ച പല സിനിമകളെ കുറിച്ച് അറിഞ്ഞതും അതിലേക്ക് മോഹൻലാൽ അവിടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്തിയ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട പല കഥകളും പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത്രയും റിസ്ക് ഉള്ള ഒരു സ്ഥലത്താണ് അവർ ചിത്രീകരിക്കുന്നത് എന്ന് അവർക്ക് അറിയാമെങ്കിലും ഇത്രയും റിസ്ക് എടുത്ത കാര്യം ശരിക്കും ഇപ്പോഴും അതിശയിപ്പിക്കുന്നതാണ്. സാക്ഷാൽ മോഹൻലാൽ അടക്കം ആ റിസ്ക് എടുത്തിരുന്നു. മലയാളത്തിലെ മുൻനിര സംവിധായകരോടൊപ്പം സഹായിയായി സിനിമാ ജീവിതം ആരംഭിച്ചയാളാണ് എം പത്മകുമാർ. ഹരിഹരൻ, ജോഷി, ഷാജി കൈലാസ്, രഞ്ജിത്ത് എന്നിവരുടെ കൂടെ പ്രവർത്തിച്ച പത്മകുമാർ അമ്മക്കിളിക്കൂട് എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകൻ ആയത്. മലയാളത്തിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഒരുക്കി അദ്ദേഹം തമിഴിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. മോഹൻലാലിനെ നായകനാക്കി പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഷിക്കാർ. എസ് സുരേഷ് ബാബുവിന്റെ രചനയിൽ ഒരുങ്ങിയ ആക്ഷൻ ഡ്രാമ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആക്ഷൻ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് തമിഴ്നാട്ടിലെ ഗുണ കേവിലായിരുന്നു. അപകടം പിടിച്ച ഗുണ കേവിൽ ഷൂട്ട് ചെയ്ത ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഷിക്കാർ. ഗുണ കേവിലെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ പത്മകുമാർ. ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ടാണ് ഗുണ കേവിലെ ആക്ഷൻ സീനുകൾ ചിത്രീകരിച്ചതെന്ന് പത്മകുമാർ പറയുന്നുണ്ട്. ഗുണ കേവിലെ ഷൂട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. ക്രൂവിനെ മുഴുവൻ അവിടെ ഇറക്കാനും തിരികെ കൊണ്ടുപോരാനും നല്ല പ്രയാസമായിരുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ഷൂട്ടിനുള്ള പെർമിഷൻ. രാവിലെ താഴേക്ക് പോയാൽ പിന്നെ മുകളിലേക്ക് വരാൻ പറ്റില്ല. വൈകുന്നേരം മാത്രമാണ് എല്ലാവരും തിരിച്ചു വരുന്നത്. രാവിലെ പോകുന്ന സമയത്ത് ബിസ്ക്കറ്റും ചായയും മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നുള്ളൂ. ഗുണ കേവിലെ ഷൂട്ട് കഴിയുന്നത് വരെ എല്ലാ ദിവസവും താഴെ ബിസ്ക്കറ്റും ചായയും മാത്രം കഴിച്ചാണ് ലാലേട്ടൻ സർവൈവ് ചെയ്തത്. അദ്ദേഹം ഒരു പരാതിയും പറയാതെ കൂടെ നിന്നു. അതിന്റെ ഔട്ട്പുട്ട് സിനിമയിൽ കിട്ടുകയും ചെയ്തു. സിനിമയിൽ ആ സ്ഥലം ഗുണ കേവ് എന്ന രീതിയിലല്ല കാണിച്ചത്. അന്ന് ആ സ്ഥലം അത്ര ഫേമസ് അല്ല. കേരളത്തിലെ ഒരു കാട്ടിലെ ഗുഹ എന്ന രീതിയിലാണ് അതിനെ കാണിച്ചത്. ഇപ്പോഴാണല്ലോ ഗുണ കേവ് ഫേമസ് ആയത്. ഇന്നാണ് അവിടെ ഷൂട്ടെങ്കിൽ വലിയ സ്വീകാര്യത കിട്ടിയേനെ. അന്ന് ആ സീനിന് പ്രതീക്ഷിച്ച സ്വീകരണം കിട്ടിയില്ല. എം പത്മകുമാർ പറയുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞ വാക്കുകൾ കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഗുണ കേവ് എന്നത് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് മോഹൻലാലിന്റെ ഈ പഴയ ഷൂട്ടിംഗ് കഥകളും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസരമാണ്. ആ സമയത്ത് വലിയ രീതിയിൽ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ ഈ ഗുണ കേവിന്റെ കാര്യമൊക്കെ കേട്ടതും. അത്രയും റിസ്ക് എടുത്താണ് അവർ ചിത്രീകരിച്ചത്. അതിനെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ പോലും അതിശയിപ്പിക്കുന്ന കാര്യമായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. എന്തായാലും മോഹൻലാലിന് ഇത്രയും റിസ്ക് എടുക്കുന്നതിന് ഒരു കയ്യടി കൊടുത്തേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കയ്യടി കൊടുക്കേണ്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ചിത്രം വലിയ വിവാദങ്ങൾക്ക് ശേഷം JSK കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. കോർട്ട് ഡ്രാമയായി എത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ചിത്രം കാണാൻ കുടുംബത്തോടൊപ്പം സുരേഷ് ഗോപി തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ എത്തിയിരുന്നു. സഹോദരൻ മാധവ് സുരേഷിന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന യൂട്യൂബറിന്റെ ചോദ്യത്തിന് താൻ പാപ്പരാസിക്ക് മറുപടി നൽകില്ല എന്ന് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് പറഞ്ഞ മറുപടിക്കാണ് ശരിക്കും കയ്യടി കൊടുക്കേണ്ടതും. ഞാൻ പാപ്പരാസിക്ക് മറുപടി കൊടുക്കാറില്ല. ടാഗുള്ള മാധ്യമങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കാം. പാപ്പരാസിക്ക് ഞാൻ മറുപടി നൽകില്ല. നിങ്ങൾ കണ്ടന്റ് വളച്ചൊടിക്കുന്ന ടീമാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് വിൽക്കുമല്ലോ മീഡിയകൾക്ക്. അവർ അതിനെ വളച്ചൊടിക്കും. 10 ഹെഡ്ലൈൻ ഇട്ട് വിടും. എനിക്കറിയാം നിങ്ങളെ. ഗോകുൽ സുരേഷ് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. മറ്റൊരു വീഡിയോയിൽ തന്റെ സഹോദരനും അച്ഛനും അഭിനയിച്ച പടത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ എന്നും ഗോകുൽ പറയുന്നുണ്ട്. ക്രെഡിബിൾ ആയ ആരെങ്കിലും മറുപടി പറയുന്നതാകും നല്ലത്. എന്റെ അച്ഛനും അനിയനും ഒക്കെ അഭിനയിച്ച പടത്തിന് ഞാൻ അഭിപ്രായം പറയാതിരിക്കുന്നതല്ലേ മാന്യത. ഏത് വാക്കാണ് വളച്ചൊടിക്കുക എന്ന് അറിയില്ല. അതിനാൽ പ്രതികരിക്കാൻ മടിയാണ് ഗോകുൽ പറയുന്നത് ഇങ്ങനെ.